ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇങ്ങനെ കാലം വെക്ക്. Let's go for shopping. കുറേ നാളായിട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട്. ഇന്ന് ആക്ച്വലി എനിക്ക് എൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റഡ് കുത്തിയിട്ട് 1 വർഷമായി. ഞാൻ കുറേ ആയി സ്റ്റഡ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം അതിനാണ് പോകുന്നത്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലോട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളീ പോകുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. സോ ആക്ച്വലി നമ്മളൊരു ഉച്ചയായപ്പോഴും ഇറങ്ങിയത്. വലിയ കാര്യമായിട്ട് പ്ലാനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എന്നാൽ പോവാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് മണിയുടെ എന്താ പറയുന്നത് പറയുന്നത് ക്യാമറ ഓൺ ആണെങ്കിൽ ഓൻ്റെ വായിൽ എന്തെങ്കിലും വീഴണമെങ്കിലും ഞാൻ അപ്പോയിൻമെന്റ് എടുക്കണം. ഇന്ന് ആക്ച്വലി ഒരു ബ്രൈറ്റ് സണ്ണി അടിപൊളി ഡേ ആണ്. കാണുന്നത് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. നമുക്ക് പോയി ഐറ്റം എടുത്തിട്ട് വരാം. That's good. I'll take this. Okay. അങ്ങനെ ഞാൻ കുഞ്ഞ് 2 സ്റ്റഡ് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഐറ്റം വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇനി എനിക്ക് H&M ഒന്ന് പോകണമെന്നുണ്ട്, അവിടെ പോവാം. H&M ഇവിടെ എവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ഷോപ്പിംഗ് മോൾസും ഒറ്റ ഫ്ലോറേ കാണുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 അത്രയൊക്കെ കാണുള്ളൂ. പക്ഷെ അത്യാവശ്യം ഏരിയ ഉണ്ടായിരിക്കും, നല്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് സൈഡാക്കി ഫുഡ് അടിക്കാൻ പ്ലാൻ ചെയ്തു. നല്ലതാ. ചിരിക്കടാ. ഇവിടെ നമ്മൾ ലോൺ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഒരു സ്പേസിലാട്ടോ കയറിയത്. ഫുഡ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ അത്യാവശ്യം കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ഷോപ്പിംഗ് മോൾസും ഒക്കെ വീക്കെൻഡ്സിൽ നേരത്തെ അടയ്ക്കും. സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, ബാർസും ഒക്കെ ഉണ്ടാവും. പക്ഷേ അല്ലാത്ത ഷോപ്പിംഗ് മോൾസൊക്കെ ഓൾമോസ്റ്റ് 5-6 ഒക്കെ ആകുമ്പോഴേക്കും അടയ്ക്കും. ഇവിടെ മെയിനായിട്ടും വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ തേഴ്സ്ഡേ ആൻഡ് വെനസ്ഡേ ഒട്ടുമിക്ക എല്ലാ ഷോപ്സും നല്ല ലേറ്റായിട്ട് വരെ ഉണ്ടായിരിക്കും. ഒത്തിരി ലേറ്റ് അല്ല, ബട്ട് 9-10 ഒക്കെ വരെ. കാരണം ഇവിടെ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് ഇവിടെ ആൾക്കാർക്ക് സാലറി കിട്ടുന്നത്. ഫുഡ് അടിച്ചു, ഷോപ്പിംഗ് ചെയ്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെ ഇന്നൊരു 6 മണിയാകുമ്പോഴേക്കും എല്ലാം അടയ്ക്കും. അപ്പോൾ ഫുഡ് അടിച്ച സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കയറി കഴിഞ്ഞ് ഇവിടെ ഇപ്പം 5 മണിയാവുന്നു. കയറി കഴിഞ്ഞ ഉടനെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേറൊരു ആളുടെ വീട്ടിലോട്ടൊന്ന് ഒരു സാധനം പിക്ക് ചെയ്യാൻ വേണ്ടി പോകും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്ന് കിതയ്ക്കുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് H&Mൽ നെക്സ്റ്റ് വീക്ക് വല്ലതും പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇന്ന് തിരിച്ച് വീട്ടിൽ പോകണം. നമ്മൾ പോകുന്ന വഴി ഒരു ചിക്കൻ മന്തി വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു കുരുപ്പുണ്ട്, അപ്പോൾ അവൾക്ക് മന്തി കഴിക്കണമെന്ന് കുറച്ച് നാളായി പറയുന്നു. അപ്പോൾ അത് വാങ്ങാം എന്നോർത്ത് നമ്മൾ ആ വഴി പോയി മന്തി വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് വേറൊരിടത്തൊരു സാധനം പിക്ക് ചെയ്യാൻ പോകുന്നു, തിരിച്ചു വരുന്നു, നാളത്തെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അത് നേരെ കിടന്ന് ഉറങ്ങുന്നു. കണ്ടോ മാജിക് ഓഫ് ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ലാത്തപ്പോഴും ലൈറ്റ് ഉള്ളപ്പോഴും മുഖത്ത് വരുന്ന ഒരു വ്യത്യാസം നോക്കൂ. Waiting for മന്തി.
തിരിച്ച് വീട്ടിൽ വന്നു. പിക്ക് ചെയ്യാനുള്ളതെല്ലാം പോയി പിക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ കമ്മൽ ഇടാൻ പോവാം. അതൊരു ടാസ്ക്കാണ്. ഓക്കെ, ഞാനപ്പം ഇത് ഇടാൻ പോവാം. ഇത് ഞാൻ എങ്ങനെ ഇടുമെന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല. ബിരിയാണി വെല്ലാനാവില്ല മോളെ. ബിരിയാണി വെല്ലാനാവില്ല. ഞാൻ ആക്ച്വലി ഈ കമ്മൽ ഒരു തവണ ഊരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഊരാൻ പറ്റുന്നുണ്ട്, പക്ഷേ വേറൊരെണ്ണം കയറ്റാൻ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല നല്ല പണിയെടുക്കേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു. ഓട്ടയിൽ കയറുന്നില്ല. അങ്ങനെ ഫൈനലി സാധനം 10 മിനിറ്റത്തെ പ്രയത്നത്തിന് ശേഷം എൻ്റെ കാതൊക്കെ ചുമന്നിരിക്കുന്നു. അങ്ങനെ കാതിൽ കമ്മലിട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.